കൊച്ചിയിലെ കുടിവെള്ള വിതരണം വിദേശ കമ്പനിക്ക് കോർപ്പറേഷൻ പരിധിയിലുള്ള ജലവിതരണത്തിന് 10 വർഷത്തേക്കാണ് ഫ്രഞ്ച് കമ്പനിയുമായി കരാർ. ADB ഫണ്ട് സഹായത്തോടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി. ഇടത് തൊഴിലാളി യൂണിയനുകൾക്കിടയിൽ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം അഖില നന്ദകുമാറുണ്ട്. അഖിലയ്ക്കൊപ്പം മേയർ VK മിനിമോളുമുണ്ട്. അഖില, ഒരു വിദേശ കമ്പനിയിലേക്ക് ഇത് പോകുന്ന ഒരു സാഹചര്യം എന്താണ്? സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കരാർ വരുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താണ് അവരുടെ പ്രവർത്തനം, ഏത് തരത്തിലാണ് അവർ അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത് അടക്കമുള്ള ഒരുപാട് സംശയങ്ങൾ അതിലുണ്ട്. എന്തായാലും മേയറോട് തന്നെ നേരിട്ട് ആ കാര്യങ്ങളൊക്കെ അഖിലേക്ക് ചോദിക്കാം. അതേ ശാലിനി, കേന്ദ്ര സർക്കാരിന്റെ ജലനയത്തിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാരും 2 വർഷം മുൻപ് കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ഇത്തരമൊരു സ്വകാര്യവൽക്കരണം പൂർണ്ണമായി കൊച്ചിയിലെ കുടിവെള്ള ശൃംഖലയിൽ നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ കൊച്ചി, പിന്നീട് തിരുവനന്തപുരം എന്നതാണ് പദ്ധതി. ADB വായ്പയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2500 കോടി രൂപയുടെ പദ്ധതിയാണ്. അതിൽ 750 കോടി രൂപ സംസ്ഥാന വിഹിതമാണ്. എന്തായാലും കൊച്ചി നഗരത്തിലെ കോർപ്പറേഷൻ പരിധിയിൽ മുഴുവൻ ഈ രീതിയിൽ സ്വിസ് കമ്പനിയുടെ ഒരു പ്രവർത്തനം ഇനി മുതൽ തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച അവർ പൂർണ്ണമായി 6 പമ്പ് ഹൌസുകൾ നഗരത്തിലെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി പൂർണ്ണമായിട്ടും ഈ പൈപ്പ് ലൈനുകൾ മാറ്റുന്നു, അത്തരത്തിൽ പുതിയ പമ്പ് ഹൌസുകൾ വരുന്നു. അത്തരം നിർമ്മാണം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. പക്ഷേ വലിയ പ്രതിഷേധം ഇടത് തൊഴിലാളി യൂണിയനിലടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നു, വാട്ടർ അതോറിറ്റി പറയുന്നത് 50% ഈ ആലുവയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന പൈപ്പ് ലൈനുകളിൽ ലീക്കേജ് ഉണ്ട്. അങ്ങനെ വലിയ രീതിയിൽ വെള്ളം നഷ്ടമാകുന്നു. അത് ഒഴിവാക്കാൻ പൂർണ്ണമായി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൈപ്പ് ലൈനുകൾ മാറ്റേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഒരു വിദേശ കമ്പനിയെ ഈ രീതിയിൽ ചുമതല ഏൽപ്പിക്കുന്നതാണ്. പക്ഷേ അതെന്തുകൊണ്ട് നിലവിലെ പദ്ധതികളെ അട്ടിമറിക്കാൻ കഴിയുന്നതാണോ? നിലവിൽ ഈ അമൃത് പദ്ധതിയിലടക്കം പല സ്ഥലങ്ങളിലും ഈ പൈപ്പ് ലൈനുകൾ മാറ്റിയിട്ടുണ്ട്. സബ്സിഡിയിൽ പലർക്കും ഫ്രീ ആയി വെള്ളം കിട്ടുന്നുണ്ട്. അതൊക്കെ അട്ടിമറിക്കപ്പെടുന്നു. അത്തരം ആശങ്കകളും വലിയ ശക്തമാണ്. അതിനിടയിലാണ് കൊച്ചിയിൽ പൂർണ്ണമായി ഒരു സ്വകാര്യവൽക്കരണം കുടിവെള്ള മേഖലയിൽ നടപ്പിലാക്കുന്നത്. എന്തായാലും ആശങ്കകൾ നിലനിൽക്കെ പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു, നടപ്പിലാകാൻ പോവുകയാണ്. എന്താണ് അതിന്റെ ഒരു കർമ്മ പദ്ധതി എന്നത് കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. എന്താണ് ഇതിന്റെ സ്റ്റാറ്റസ്? 6 പമ്പ് ഹൌസുകൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി പൈപ്പ് ലൈനുകൾ മാറ്റുമോ? അതിന്റെ ഒരു വിഹിതം എങ്ങനെയാണ്? ഈ കൌൺസിലർമാർക്കൊക്കെ അതിനെപ്പറ്റി ധാരണയായിട്ടുണ്ടോ? 27-ാം തീയതി മുതൽ സോയിസ് കമ്പനി വർക്ക് ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ എത്രയൊക്കെ എതിർത്താലും എത്രയൊക്കെ പറഞ്ഞാലും എഗ്രിമെന്റ് പ്രകാരമുള്ള അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന പൈപ്പ് ലൈൻ ലീക്കേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവരുടെ ഒരു ഇടപെടൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവരുടെ വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 190 MLD ആലുവയിലെ പുതിയ പ്ലാന്റ്, അതോടൊപ്പം തന്നെ 325 MLD പഴയ പ്ലാനിന്റെ സ്ട്രെങ്തനിങ് 700 കിലോമീറ്റർ പൈപ്പ് ലൈൻ മാറ്റുക എന്നുള്ളതാണ്. പുതിയതായിട്ട് 700 കിലോമീറ്റർ പൈപ്പ് ലൈൻ അവർ വിന്യസിക്കും, മാറ്റുന്നു. അതാണ് അവരുടെ പ്രൊജക്ട്. അതാണ് അതിന്റെ ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് സർവേ മാത്രമാണ്. അതായത് പൈപ്പ് ലൈൻ എവിടെ കൂടിയൊക്കെയാണ് പോയിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ലീക്കേജ്, വീടുകളിലെ മീറ്ററിംഗ് സംവിധാനം, വീടുകളിലെ മീറ്ററിംഗ് സംവിധാനമൊക്കെ